ഗുരുവായൂർ ദേവസ്വം നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാരും ദേവസ്വം ബോർഡും അപ്പീൽ പോകുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ട്. അവർക്ക് തനതായി അവരുടെ മാനേജിംഗ് കമ്മിറ്റിക്ക് നിയമനങ്ങൾ നടത്താം, ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പരിധിയിൽ അത് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് വന്നിരിക്കുന്നത്. 5 ദേവസ്വം ബോർഡ് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും നിയമനങ്ങൾ ഇനിമേലിൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ കീഴിലായിരിക്കും എന്ന് നേരത്തെ നമ്മൾ നിയമം കൊണ്ടുവന്നു. ആ KDRB രൂപീകരിച്ച് അതിൻ്റെ കീഴിലാണ് ഇപ്പം നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മാത്രം തനത് മാനേജിംഗ് കമ്മിറ്റിക്ക് നിയമിക്കാം എന്നൊരു വിധത്തിലൊരു വിധി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ ഗവൺമെൻറ്റും അപ്പീലിന് പോകുന്നുണ്ട്, അതോടൊപ്പം ദേവസ്വം ബോർഡും അപ്പീലിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സനോജ് ജനറൽ. സനോജ്, ഇത് ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രൂപീകരിക്കുകയും ചെയ്തത്. അത് സുതാര്യമായ റിക്രൂട്ട്മെൻറ്റ് നടക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഗുരുവായൂർ ദേവസ്വം നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. ഏതായാലും മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പീൽ പോകുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നത്? ആ വിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണ്? ശരി, സനോജാണ് വിവരങ്ങൾ നൽകുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാരും ദേവസ്വം ബോർഡും അപ്പീൽ പോകുമെന്ന് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ തന്നെ വളരെ സുതാര്യമായ തരത്തിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രൂപീകരിച്ച് നിയമനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഈ വിധി ശരിക്കും തിരിച്ചടിയാണ്. ഗുരുവായൂർ ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം നിയമനവുമായി ബന്ധപ്പെട്ട് ആണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഇപ്പോൾ സനോജ് ചേരുന്നു. സനോജ്, എന്താണ് ആ വിധിയുടെ വിശദാംശങ്ങൾ? അപ്പോൾ തന്നെ മന്ത്രി ഇന്ന് വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? സിജു, ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ സുതാര്യമാക്കുക എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് രൂപം നൽകിയത്. അങ്ങനെ അതുപ്രകാരം മലബാർ ദേവസ്വം ബോർഡിലാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണെങ്കിലും കൊച്ചി ദേവസ്വം ബോർഡിലാണെങ്കിലും ഒപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലൊക്കെ ആണെങ്കിൽ തന്നും ഈ നിയമനങ്ങൾ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് നടത്തിയിരുന്നത്. എന്നാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ മാത്രം ഗുരുവായൂർ ദേവസ്വത്തിന് സ്വമേധയാ അവിടുത്തെ ഒരു സംവിധാനത്തിന് സ്വമേധയാ ഇത്തരത്തിൽ നിയമനം നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാവുകയായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ആ തീരുമാനം ഹൈക്കോടതി വിധിയാണ് ഇത്തരമൊരു വിധി കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത്. ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും കോടതിയെ സമീപിക്കുമെന്നുമാണ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സുജു. ശരി, സനോജാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂർ ദേവസ്വം നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാരും ദേവസ്വം ബോർഡും അപ്പീൽ പോകും.